വീരബ്രദറെ നമസ്കാരം. ഓ നമസ്കാരമുണ്ട്. നിങ്ങൾ ഈ പരിപാടി നിർത്താറായില്ലേ? ഞങ്ങളെ കളിയാക്കി കളിയാക്കി കൊല്ലറായില്ലോ. കൊല്ലണോന്നാ നിങ്ങളെ പറയണൊക്കെ. നിങ്ങളെ കളിയാക്കി കൊല്ലൊന്നുമില്ല. നിങ്ങളെ കളിയാക്കി നിങ്ങൾ ഈ കൊല്ലുന്നു. മതം വിട്ടവരെ ഞങ്ങളാരെങ്കിലും കൊല്ലാൻ പോണ്ട. മതം വിട്ടവരെ പൊക്കോട്ടെ, അവർക്ക് ഒരു കുഴപ്പമില്ല. ആരാ ഞങ്ങൾ അതിന്റെ പുറകെ പോണേ? പുകഞ്ഞ അല്ല, കൊള്ളി കൊടുത്ത്. മാറ്റങ്ങളുണ്ട്. അത് നല്ലതായ എന്തായാലും. അങ്ങനെ നിങ്ങൾ ഇല്ല, മാറുന്നത് ഞങ്ങൾ മൊത്തം മാറി. അത് പണ്ടേ നല്ലതാണ്. കണ്ട് ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ്. ഞങ്ങളെ കണ്ടു വേണം ആ ബാക്കിയുള്ളവർ പഠിക്കാൻ. എന്നിട്ടും പിന്നെ നിങ്ങൾ നി- കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യും നിങ്ങള്? അല്ല അല്ല, നിങ്ങൾ ഞങ്ങൾക്കും മാറിന്ന്. വിഷമമില്ല കേട്ടോ. നിങ്ങൾ കളിയാക്കുന്തോറും ഞങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ദർജകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പറ്റി ആളുകൾ പഠിച്ചു മനസ്സിലാക്കി ഈ അച്ചൻകുഞ്ഞിനെ പോലെയുള്ള ആളുകളാണ് ഞങ്ങളുടെ ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ പ്രചാരകര്. ഓക്കെ, അല്ല നിങ്ങള് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങള് ശരിക്കും നേരത്തെ? ഞങ്ങള് നല്ലതാണല്ലോ. ഓൾറെഡി ഞങ്ങൾ നല്ലതാണല്ലോ. ഇനി എന്തിനാ മാറണേ? ഞങ്ങള് നല്ലതേ ആണ്. ഞങ്ങള് നല്ലതേ ഉള്ളൂ. അല്ലല്ല, ഏ ഇപ്പൊ വീര് പറഞ്ഞില്ലേ, ഞങ്ങള് മാറിന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നിങ്ങള് മാറല. ഞങ്ങള് മാറി. പണ്ടേ ഞങ്ങൾ നല്ലതാ, ഇന്നും ഞങ്ങള് നല്ലതാ, എന്നും ഞങ്ങള് നല്ലതാ. ആ, നിങ്ങൾ അപ്പൊ ചുമ്മാ ഈ നുണ ഉണ്ടാക്കി ആ, തരാണ്. ഞങ്ങൾ ആരെങ്കിലും മതം വിട്ടാ കൊല്ലാൻ പോണ്ട, അതിന്റെ പുറകെ ആരെങ്കിലും പോണ്ടോ? ചുമ്മാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതം വിട്ടവനെ കൊല്ലൂന്നാ പറയണേ. ആര് പറഞ്ഞു? നിങ്ങളുടെ മനസ്സിൽ തോന്നി കൊല്ലൂന്ന്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എക്യുപ്മെന്റ് ബ്രദറെ ആ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയണേ? ഞങ്ങൾ ആരും കൊല്ലാൻ പോകില്ല. ഞങ്ങക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ലാണ്ടിരിക്കുകയാണ്. ഇനി അവന്മാരെ കൊന്നിട്ട് ഞങ്ങക്ക് എന്ത് കിട്ടാനാണ്? മതം വിട്ടവരൊക്കെ പോട്ടെ, അവരൊക്കെ വല്ലയിടത്തിലും പോട്ടെ. ഞങ്ങളുടെ മതത്തിൽ ആവശ്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാത്തവനൊക്കെ പൊക്കോട്ടെ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? കുഴപ്പമില്ല. അവരെ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവാൻ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവരെയും കൊണ്ടുപോകാം. ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ വല്ലയിടത്തിലും പോട്ടെ എന്ന് വയ്ക്കണമെന്നേ. ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും പേടിയില്ല. നിങ്ങൾ ഇങ്ങനെ എന്തോരം നുണ പറഞ്ഞുകൊണ്ട് വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തോരം വേണേലും ആൾക്കാരെ വിളിച്ചോണ്ട് വെക്കാം. ഞങ്ങളുടെ മുസ്ലിങ്ങളെ കിട്ടുമെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ നുണ പറഞ്ഞുകൊണ്ട് നിർത്ത്. എന്തോരം നാളായി നിങ്ങൾ നുണ പറച്ചിൽ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞോട്ടെ. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ല, എന്താണ് നുണ? എന്താണ് നുണ? എന്താണ് വീരു? ഇപ്പൊ ഈ എഴുതി വെച്ചേക്കണ പക്കാ നുണയല്ലേ? മതം വിട്ടവനെ കൊല്ലണമെന്നാണ് ഇസ്ലാം പറയണത്. ശരിയാണോന്ന് ചോദിക്കണേ. ഞങ്ങൾ അങ്ങനെ പറയണില്ലോ. ഞങ്ങൾക്ക് ആരെയും കൊല്ലണ്ടല്ലോ. മുസ്ലിങ്ങൾ ആരെയും കൊല്ലൂലല്ലോ. ആരെ ഓക്കെ. കൊന്നിട്ടുള്ള? ഈ ഞങ്ങക്ക് എന്ത് അടുത്ത ചെയ്യാനാ? സമയത്തെ എന്തിനാ ഈ ഈ ചീഞ്ഞേനെയൊക്കെ കൊല്ലാൻ മനസ്സിലായി. കൈ നാറൂലേ? ഈ അടുത്ത സമയത്തെ പാകിസ്ഥാനിൽ ആ ഒരു മൂന്നാല് ഉസ്താദുമാര് കൂടി കരയുന്നുണ്ടായിരുന്നു. അതായത് മതം വിട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതിനകത്ത് 11 പേർക്ക് ഞങ്ങൾ കൊലശിക്ഷ കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇതൊക്കെ വീര് കേട്ടായിരുന്നോ? പാകിസ്ഥാനിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിയ പോലും ഇല്ല ഭായി. നമുക്ക് ഇന്ത്യയിൽ വല്ല കഥയുണ്ടോ? നമുക്ക് ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ സ്ഥലത്ത് വല്ല ഇടപാടും നടക്കണ്ടോ? പാകിസ്ഥാനിൽ ആ, എന്നെ കേറ്റൂല്ല അവന്മാര്. കേറ്റുമെങ്കിൽ നിങ്ങൾ പറയാ, നിങ്ങൾ അഡ്രസ്സും ഇതൊക്കെ തരാണെങ്കിൽ, ഇപ്പൊ എനിക്ക് വിസയൊക്കെ എടുത്ത് തരാണെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കാം എന്താ വേന്ന്. ഇത് എനിക്ക് പോകാൻ അല്ല, പറ്റുന്ന സ്ഥലത്ത് എന്തൊരു കഥ പറ. നിങ്ങൾ ഈ ഇസ്ലാം ലോകത്തിൽ ആകാശത്തും അല്ല ഭൂമിയിലും ഇസ്ലാം അല്ലാത്ത ലോകത്തിലെ ആൾക്കാരുടെ കഥ പറയല്ലേ? അല്ല, ഈ ഇസ്ലാം ലോകത്തിൽ നടക്കുന്ന കാര്യ പറയുന്നേ. ഈ ഖുറാൻ വെച്ചോണ്ട് ചെയ്യുന്ന പണിയായി പറയുന്നേ. ഒരു അല്ലെങ്കിൽ പിന്നെ പണിയും ചെയ്യണ്ട. നിങ്ങൾ ചുമ്മാ വാഞ്ഞൂട്ടി ഉണ്ടാക്കി പറയണ എക്യുപ്മെന്റ് ബ്രദറെ. ഇന്ത്യയിൽ നിങ്ങൾക്ക് എക്യുപ്പ് എന്തെങ്കിലും ഉദാഹരണം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പോയി നോക്കാം. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയില് മാത്രമേ മുസ്ലിങ്ങളുള്ളോ? ഇന്ത്യ അല്ലാന്ന് എനിക്ക് പോയി നോക്കാൻ പറ്റുന്ന സ്ഥലം ഇപ്പൊ ഇന്ത്യയിലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിസ എനിക്ക് എടുത്ത് താട്ടെ, ഞാൻ പോയി നോക്കാം എന്താണ് പാടുന്നത്. ആ, ഈ നിങ്ങൾ ഈ ചുമ്മാ ചേങ്ങന്നൂർ ഇല്ലാത്ത മൗലവിക്കൊക്കെ നുണകൾ എന്താ പറ്റിയേ? പറയണേ. ഏഹ് അല്ല, ഈ ചേങ്ങന്നൂർ മൗലവിക്കൊക്കെ എന്താ പറ്റിയേ? ചേകന്നൂർ മൗലവീനെ അന്വേഷിക്കുക. ഇവിടെ ബ്രോ ഉണ്ട്, പോലീസ് ഉണ്ട്. അവരന്വേഷിക്കട്ടെ എന്താ പറ്റിയെന്ന്. ആ, ഇപ്പൊ മുസ്ലിങ്ങളാരും അങ്ങനെ താങ്കളല്ലേ കൊല്ലുന്ന പറഞ്ഞേ? കണ്ടില്ല. ഏഹ് അല്ല, ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞേ എനിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലത്തെ ഉദാഹരണങ്ങൾ ആ പറയാൻ പറഞ്ഞത്? ചേകന്നൂർ മൗലവിക്ക് ആരാ കൊന്ന? നിങ്ങൾ പറ ആരാ കൊന്നേന്ന് പറ. കൊന്ന ആളെ കാണിച്ചാട്ടെ. അല്ല, ഹായ്, ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്? ആന്ന് അതാ പറയണ. ചേകന്നൂർ മൗലീനെ കൊന്നത് മുസ്ലിങ്ങളാണോ, മുസ്ലാമിസ്റ്റ് വിശ്വാസികളാണോ? താങ്കൾ പറയൂ ഇന്ന നിങ്ങൾ ആളാണ് കൊന്നത്.
ഇപ്പോഴോ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അവിടെ പോയി അന്വേഷിക്കാൻ അന്ന് പറ്റത്തില്ല. ശരി, അത് നിങ്ങളുടെ തന്നെ. ഇടയിൽ ഇവിടെ മുസ്ലിങ്ങളുടെ ചെലങ്ങൾ ഇടയില് മൗലീനെ കൊന്നത് മുസ്ലിങ്ങളാണോ? മതം അത് വിട്ടതിന്റെ അത് പേരിലാണോ അന്വേഷിച്ചിട്ട് അയാളെ പറയും. കൊന്നത്? ഏഹ്? അന്വേഷിച്ചിട്ട് പറയുന്നേ. എന്റെ ഈ അന്വേഷണത്തിൽ മുസ്ലിങ്ങൾക്ക് അതിന്റെ കൊല്ലട്ടെ ഒന്നും കാര്യമില്ല. അതിലും വലിയ ആൾക്കാര് മുഹമ്മദ് നബിയുടെ കാലത്ത് വന്നിട്ട് മുഹമ്മദ് നബി കൊന്നിട്ടില്ല. പിന്നെന്തിനാ? ഓക്കെ, ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് മുസ്ലിങ്ങൾ വല്ലതും ആണോ? അത് ഏതോ രാഷ്ട്രീയ പാർട്ടിയാണ്, മുസ്ലിങ്ങളൊന്നും അല്ല. രാഷ്ട്രീയ ഓ, അവര് പാർട്ടിയാണ് അവരെ വെട്ടിയത്. മുസ്ലിങ്ങൾ, അത് അവരുടെ പാർട്ടിക്ക് ലാഭത്തിന് വേണ്ടി വെട്ടിയതാ. മുസ്ലിങ്ങൾക്ക് എന്ത് അവര് ലാഭം? മുസ്ലിങ്ങളല്ലായിരുന്നല്ലേ? മുസ്ലിങ്ങളാണോ അല്ലേന്നല്ല എന്റെ ചോദ്യം. ഈ രാഷ്ട്രീയം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ് അങ്ങനെയൊക്കെ ഉള്ള രാഷ്ട്രീയ ഇതിൽ എടുത്തിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ വെട്ടിയേക്കണേ. അല്ല മുസ്ലിങ്ങൾക്ക് ഓക്കെ, ലാഭമൊന്നുമില്ല അയാളുടെ വഴി അപ്പോ വെട്ടിയതുകൊണ്ട്. അത് അവർക്ക് അവരുടെ ലാഭമുണ്ടോ? രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ? എങ്ങനെ? അവരുടെ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും കൈവെട്ടിയത്. പിണറായി അല്ലല്ല, വിജയനെ കുറിച്ചോ അവരുടെ അല്ലെന്നുണ്ടെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ കൈവെട്ടിയത്. എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് വെട്ടിയതായിരിക്കും അല്ലേ? അവരുടെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിന് മുതലാക്കി. ഇത്ര ഉണ്ട് എന്റെ കണക്ക് കൂട്ടലുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, അവരുടെ ആ പാർട്ടി രാഷ്ട്രീയ വെട്ടിയ തലവനായ പാർട്ടിയുടെ ആ, വെട്ടിയ പാർട്ടിയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ വെട്ടി. അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട്. അതിന് അതാ മുസ്ലിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞത്, ചെയ്തു? ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ എന്തെങ്കിലും പറഞ്ഞാണ്, ആ, പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിനെയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാണോ? അല്ല, അതുകൊണ്ടല്ലേ? അവരുടെ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയനാണോ? അല്ല, വീരുവിന് അതാ എന്തോ അറിയുന്നത്, അതിന്റെ കാരണം വല്ലതും അറിയാവോ? എന്തുകൊണ്ടാ വെട്ടിയെന്ന് വല്ലതും അറിയാവോ? കാരണമാണ് പറയണത്. അത് ആരാണ് വെട്ടിയോനിക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവൻ വെട്ടിയത്. അല്ല മുസ്ലിങ്ങളുടെ ആ, ഇസ്ലാമിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവർ വെട്ടിയത്. അല്ല, അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ജോസഫ് മാഷ് എന്ന് പറഞ്ഞ കേട്ടൂന്ന് ഒരാള്. ഞാൻ കണ്ടു, വെട്ടണ ആളെ കേട്ടു. കണ്ടു, പോയ ആൾക്കാരെ കണ്ടു, ടിവിയിൽ കണ്ടു, എല്ലാം കണ്ടു. ആ, ആ. അത് കേസ് അന്വേഷിച്ച പോലീസുകാരോട് ചോദിച്ചു നോക്ക്, ആ വ്യക്തി അയാളുടെ ആ എന്ത് വ്യ- കാരണം ആ കൊണ്ടാണ് വ്യക്തിയെ വെട്ടിയത്. ആ വ്യക്തിയെ വെട്ടിന്റെ ആധാരമായിരിക്കുന്ന വേഴ്സ് ഖുറാനിൽ കണ്ടോ? അത് പറ. ഇല്ല, ഖുറാനിൽ ആ, ആരെ വെട്ടാനൊന്നും അതാണ്. പറയണൊന്നുമില്ല. ഖുറാൻ വായിക്കാറില്ലേ? പിന്നെ ഏത് ഖുറാന്റെ ഏതായത്തിലാ നിങ്ങൾ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്? തൗബയിലെ ഞാൻ കേസാണോ എനിക്കിപ്പോ നിങ്ങൾ പറയണേ? അത് സൂറത്തുൽ തന്നെ, അത് തൗബയിലെ കേസാണോ എതിർദിശകളിൽ പറയണത്? നിന്ന് കൈവെട്ടാനൊക്കെ എതിർദിശകളിൽ കൈവെട്ടാൻ പറഞ്ഞൊന്നും വായിച്ചിട്ടില്ല. എന്റെ എതിർദിശകളിൽ നിന്ന് പൊന്നിച്ചേട്ടാ, കൈയും കാലും നിങ്ങൾ ഈ വെട്ടാൻ പറഞ്ഞു. കാള പെറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് കയറെടുക്കരുത്. കാള പെറുവെന്ന് ആദ്യം തന്നെ നോക്ക്, എന്നിട്ട് വേണം കയറെടുക്കാൻ. ഖുറാനിൽ ഈ ജോസഫ് നാഷിന്റെ കൈ വെട്ടാനാ ഖുറാനി പറഞ്ഞത്? അല്ല, അത് പറഞ്ഞാട്ട് ഞാൻ ഇല്ല, ഡ്രൈവ് അങ്ങനെയാണോ ചെയ്യുക. താങ്കൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലായത്? എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ആ, അതായത് അറിയാം, ഖുറാനിൽ അറിയാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നും.